തൃശൂർ ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. സംസ്ഥാന നേതൃത്വം പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടിക്ക് പുറമെ തൃശൂർ, ഒല്ലൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ധാരണയായത്. ടി.എൻ. പ്രതാപൻ മണലൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് കൊടുങ്ങല്ലൂരിൽ മത്സരിച്ചേക്കും. സിറ്റിംഗ് എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ് ചാലക്കുടിയിൽ വീണ്ടും മത്സരിക്കും. AICC അംഗീകരിച്ചാൽ ഉടൻ തന്നെ പട്ടിക പുറത്തിറങ്ങും. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിൻ, എങ്ങനെയാണ് ഈ സാധ്യതാ പട്ടിക വരുന്നത്? വിവരം. ഗുഡ് മോർണിംഗ്. സേതു, കോൺഗ്രസിനുള്ളിൽ തൃശൂർ ജില്ലയിൽ പല സീറ്റുകളെ ചൊല്ലിയും തർക്കങ്ങളും അല്ലെങ്കിൽ അവകാശവാദങ്ങളും ഇനിയും പൂർത്തിയായിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് സംസ്ഥാന നേതൃത്വം കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് 7 മണ്ഡലങ്ങളിലായിട്ടുള്ള പ്രഥമ പരിഗണന നൽകുന്ന ആളുകളുടേതായിട്ടുള്ള ഒരു അനൌദ്യോഗിക പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. AICCയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ ആ പട്ടിക തന്നെയാകും തെരഞ്ഞെടുപ്പിൽ പ്രാബല്യത്തിൽ വരിക. ഇവർ തന്നെയാകും സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. നമുക്ക് പ്രതീക്ഷിച്ചിരുന്നത് പോലെ ചാലക്കുടിയിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫ് തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കുക എന്നുള്ള കാര്യമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യക്തമായിരുന്നത്. പക്ഷേ മറ്റ് 6 മണ്ഡലങ്ങൾ കൂടി അതിവേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് കടക്കാനായിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഒല്ലൂർ, തൃശൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചത്. AICCയുടെ പട്ടിക അല്ലെങ്കിൽ AICC നേതാക്കളുടെ ഒരു സ്ക്രീനിംഗ് കഴിഞ്ഞാൽ ഈ പട്ടിക പുറത്തിറങ്ങുമെന്നുള്ളതാണ് സൂചനയായി ലഭിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഒ.ജെ. ജനീഷ് കൊടുങ്ങല്ലൂരിലായിരിക്കും മത്സരിക്കുക. UDF ജില്ലാ ചെയർമാനും മുതിർന്ന നേതാവുമായിട്ടുള്ള TV ചന്ദ്രമോഹനായിരിക്കും തൃശൂരിൽ മത്സരിക്കുക. തൃശൂരിൽ മത്സരിക്കാൻ എല്ലാവർക്കും പൊതുസമ്മതനായിട്ടുള്ള UDF സ്ഥാനാർത്ഥി, UDF ചെയർമാനെ തന്നെ തിരഞ്ഞെടുക്കാനാണ് നേതൃത്വത്തിൻ്റെതായിട്ടുള്ള ധാരണയുണ്ടായിരിക്കുന്നത്. ചേലക്കരയിൽ മത്സരിക്കുക KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുൻപ് പലതവണ ചേലക്കരയിൽ പേര് ഉയർന്നു കേട്ടിട്ടുള്ള KV ദാസനായിരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ സോയ ജോസഫിനെയാണ് കുന്നംകുളത്ത് പ്രധാനമായും പരിഗണിക്കുക. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫ് ചാലക്കുടിയിലും മത്സരിക്കും. ഇനി മുതിർന്ന നേതാവ് AICC സെക്രട്ടറിയുമായിട്ടുള്ള ടി.എൻ. പ്രതാപന്റെ കാര്യത്തിലാണ് ഒരു നിലവിലെ തീരുമാനപ്രകാരം ടി.എൻ. പ്രതാപൻ മണലൂരിലായിരിക്കും മത്സരിക്കുക എന്നുള്ള ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. എങ്കിലും ഗുരുവായൂരും അതോടൊപ്പം തന്നെ കയ്പമംഗലവും അടക്കമുള്ള മണ്ഡലങ്ങൾ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്ന കൂടിയുണ്ട്. ടി.എൻ. പ്രതാപൻ ഒഴികെയുള്ള ബാക്കി 6 മണ്ഡലങ്ങളിലും ഏകദേശം സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു. ഒല്ലൂരിൽ KPCC സെക്രട്ടറിയും അഡ്വക്കേറ്റുമായിട്ടുള്ള ഷാജി കോടങ്കണ്ടത്തായിരിക്കും മത്സരിക്കുക. അങ്ങനെ സ്ഥാനാർത്ഥി ചിത്രം 7 മണ്ഡലങ്ങളിലായി തെളിയുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇനിയും തീരുമാനമാകാനുള്ള ഒരു 4 മണ്ഡലങ്ങൾ കൂടിയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട്. അത് നാട്ടികയും കയ്പമംഗലവും പുതുക്കാടും വടക്കാഞ്ചേരിയുമാണ്. വേഗത്തിൽ തന്നെ ടി.എൻ. പ്രതാപന്റെ ഒരു സ്ഥാനാർത്ഥി ഘട്ടം എവിടെയാണെന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ ഈ 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പരിഗണനയിലേക്ക് അല്ലെങ്കിൽ പ്രഥമ പരിശോധനയിലേക്ക് കടക്കാനുള്ള ഒരു നീക്കത്തിലാണ്. ഏതായാലും നാളെ KPCC ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ ജില്ലയിലെ പൊതുചിത്രം വ്യക്തമാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. വിവരങ്ങൾ നൽകിയത്.